അപ്പോൾ ആ കൃപാസനത്തിങ്കലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തടുത്ത് വരികയാണ്. പ്രാകാരത്തിൽ നിൽക്കുന്നവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കും കൃപാസനത്തിങ്കലേക്കും അടുത്തു വരുന്നവൻ, അവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്ന്. ദൈവം ഉണ്ട് എന്നുള്ള വാക്ക്, ആ ഉണ്ട് എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ദൈവം അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കണമെന്നല്ല, ദൈവത്തിന്റെ പ്രസൻസിൽ വിശ്വസിക്കണമെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ദൈവമുണ്ട് എന്ന് ജനറലായിട്ട് വിശ്വസിക്കണമെന്നല്ല, നീ അടുത്തു വരുമ്പോൾ ആ കൃപാസനത്തിങ്കൽ യഹോവ നിന്നെയും കാത്തിരിക്കുകയാണെന്ന് നീ വിശ്വസിക്കണം. വ്യത്യാസം മനസ്സിലാക്കണം. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അതായത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അടുത്തോട്ട് വന്നു, അതല്ല അവിടുത്തെ, അത് ജനറൽ അല്ല. എന്ത്? വെൻ യു ഗോ ക്ലോസർ ടു ഗാഡ്, നമ്മൾ അവനെ ആരാധിക്കുവാൻ, നമ്മൾ അവനെ അറിയുവാൻ, അവനെ ആവലോടുകൂടെ, അതിന്റെ താഴെ പറയുന്ന വാക്ക് ശരിക്കും ഇതാണ്, ദോസ് ഹു ഡിലിജന്റ്ലി സീക്ക് ഹിം, അവനെ അന്വേഷിക്കുന്നവർക്ക് എന്ന്, അല്ലെങ്കിൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്നുള്ള വാക്കിനകത്തും ആ എംഫസിസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ. അവനെ ആവലോടെ അന്വേഷിക്കുന്നവർ എന്നാണ്. അവനെ കാണാനുള്ള അതിയായ മോഹത്തോടുകൂടെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നവർ. അവര് ചെല്ലുമ്പോൾ അവിടെ ദൈവം ഉണ്ട് എന്ന്, അഥവാ അവിടെ ദൈവം അവനെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഫെയ്ത്തിന്റെ വ്യത്യാസം അതാണ്. ഫെയ്ത്ത് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലുള്ള വിശ്വാസമല്ല, ദൈവത്തിന്റെ പ്രസൻസിലുള്ള, ദൈവത്തിന്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസമല്ല, ദൈവത്തിന്റെ സാമീപ്യത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവൻ അവന്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് വേണം വരാൻ. പക്ഷെ നമ്മുടെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നൊന്നും ദൈവത്തിന്റെ സാമീപ്യം കൊതിച്ചൊന്നും അല്ല. നമ്മളൊരു ഓളത്തിനിങ്ങി വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ അനുസരിച്ച് നമ്മൾ വരികയാണ്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ ദൈവം കോപിച്ചാലോ എന്ന് വെച്ചാണ് നമ്മുടെ പലപ്പോഴും ഉള്ള കുടുംബ പ്രാർത്ഥന. സഭായോഗത്തിന് പോയില്ലെങ്കിൽ എന്തൊക്കെ ചിലർ പറയുമല്ലോ, എന്തൊക്കെ ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ ഈ ഭയങ്കരമായിട്ട് അടിയും വഴക്കും ഉണ്ടാക്കി വെച്ചും അവസാനം ഒരു കുടുംബ പ്രാർത്ഥന കഴിയാതെ എന്ത് ചെയ്യത്തില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞേച്ച് പിന്നെ പോയി രണ്ടുപേരും രണ്ടായിട്ട് പിണങ്ങിക്കിടക്കുന്ന വീടുകൾ ഒത്തിരി ഉണ്ട്. ചിലപ്പോൾ എന്നിട്ട് പിന്നെ ഒടുവിൽ വേണമെങ്കിൽ സാക്ഷ്യം പറയും, എന്താണ്, എന്തൊക്കെ വന്നാലും ബ്രദറെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല. അങ്ങനെ തന്നെ കുടുംബ പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ ആ ദൈവത്തെ ആവലോടെ അന്വേഷിക്കുന്നവൻ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ത്? അവന് സമീപസ്ഥനായി ദൈവം അവിടെ അവനെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ നിറവിലാണോ നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തുന്നത്? അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം അവന്റെ സാമീപ്യം നിരന്തരം അനുഭവിച്ചറിയുന്നതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം അവന്റെ സാമീപ്യം കൊതിച്ച ആവലോടുകൂടെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വളരെ വളരെ എന്താണ്, ഓടിച്ചു വായിച്ചു പോകാൻ പറ്റുന്ന ഒരു വാക്യമല്ല. അവിടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുത്തേക്ക് ആവലോടെ വന്നണയുന്നവൻ, അവനെ കാത്ത് ദൈവം അവിടെ നോക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. അവൻ്റെ ഒരു പാരഫ്രൈസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള അർത്ഥം അതാണ്. ദൈവത്തെ ആവലോടെ അന്വേഷിച്ച് അവനോട് അടുത്തു ചെല്ലുന്നവൻ, ദൈവം അവനെ കാത്ത് അവനെ നോക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഞാനത് ഒന്ന് പാരഫ്രൈസ് ചെയ്തപ്പോൾ അത് മനസ്സിലാക്കാണ്. അല്ലാതെ വെറുതെ ദൈവത്തെ അന്വേഷിക്കുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടതാകുന്നു പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ ശക്തീകരണം നമുക്ക് ലഭിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ കൊതിക്കുന്നവർ തിരശീലയ്ക്ക് അപ്പുറത്ത് അവൻ എന്നെ നോക്കിയിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ആ ബോധ്യം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നടക്കുന്നത്? ബൈ ഫെയ്ത്ത്. കാര്യം തിരശീലയ്ക്കപ്പുറത്ത് ആ അതിപരിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ കാണുന്നത് ആത്മാവിലാണ്. അല്ലെങ്കിൽ അതൊരു കൂരിരുളാണ്. നിങ്ങൾക്കറിയാമല്ലോ, പലർക്കും നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിലും എന്താണ് സമാഗമന കൂടാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ദൈവാലയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാകാരത്തിന് ശരിക്കും പറഞ്ഞാൽ മേൽക്കൂരയില്ല. അതൊരു ചുറ്റുവളപ്പാണ്. ശരിക്കും അവിടെ വെളിച്ചമുണ്ട്, അവിടെ നമുക്ക് അന്യോന്യം കാണാൻ പറ്റും, കാഴ്ചയുടെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത, അവിടെ മേൽക്കൂരയുണ്ട്, അവിടെ ഇരുളുമുണ്ട്, പക്ഷെ അവിടെ നമുക്ക് എന്തുണ്ട്? ഒരു നിലവിളക്കുണ്ട്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ അവിടെ നിലവിളക്ക് പോലും ഇല്ല, അവിടെ കൂരിരുളാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ കൂരിരുളിൽ വസിക്കുന്ന യഹോവയാണ്. അവിടെ എങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുന്നത്? അവിടെ നമുക്ക് ദൈവത്തിന്റെ പ്രകാശത്തിൽ മാത്രമേ ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വിശ്വാസം എന്നത് കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ അദൃശ്യ ലോകത്തിലെ യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ആത്മാവിലാണ് ദൈവത്തെ അറിയുന്നത്.
അവിടെ പരിചയം കൊണ്ട് മാത്രമേ. എല്ലാവർക്കും അതിപരിശുദ്ധതയ്ക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റത്തില്ല. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? അവിടെ പരിചയം വേണം. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ മാത്രമേ പറ്റുള്ളൂ? പരിചയം കൊണ്ട് മാത്രമേ നമുക്കവിടെ ഇടപഴകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതുപോലെ അതിപരിശുദ്ധ സ്ഥലത്തെ നമ്മുടെ ഇടപെടൽ എന്ന് പറയുന്നത് അവൻ്റെ സാന്നിധ്യം നമ്മൾ പരിശീലിക്കുന്നതിലൂടെയാണ്. അത് പരിശീലിക്കുന്നത് ലൈറ്റ് കത്തിച്ചിട്ടല്ല, ആത്മാവിൻ്റെ പ്രകാശത്തിലാണ്, ആത്മാവിൻ്റെ ലോകത്താണ്, അദൃശ്യ ലോകത്താണ്. അദൃശ്യ ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് ആകാശത്തിലെ ശക്തികളെല്ലാം കൂടെ ഓടി നടക്കുന്ന ലോകം എന്നുള്ള അർത്ഥമല്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ ആത്മാ മണ്ഡലം അല്ലെങ്കിൽ ആത്മലോകം, ആത്മാവിൻ്റെ ലോകം, അദൃശ്യ ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും ചിന്തിക്കരുത് കൈകളൊക്കെ നിവൃത്തി പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ കടന്നു ചെല്ലുന്ന ഒരു മായിക ലോകമാണെന്നോ ഒരു ഇമാജിനറി വേൾഡ് ആണെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. ഈ അദൃശ്യ ലോകത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് മാർക്കറ്റിലൂടെ നടക്കുമ്പോഴൊക്കെയാണ്. ഈ അദൃശ്യ ലോകത്തിലൂടെ നിങ്ങൾ നടക്കുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മാവിൻ്റെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഇടിക്കുമെന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഇടിക്കുമെങ്കിൽ അതൊരു വേറൊരു ലോകമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്, നിങ്ങൾ കാല് നിലത്ത് കുത്തി നടക്കുമ്പോഴും നിങ്ങൾ എവിടെ നടക്കുകയാണ്? ആത്മാവിൻ്റെ ലോകത്ത് നടക്കുകയാണ്, ആത്മാവിൽ ജീവിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പാസ്റ്ററുണ്ട്, ടോണി എന്ന് പറഞ്ഞുകൊണ്ട്. ടോണി ഒരിക്കൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളി ആത്മാവിൽ സന്തോഷിച്ചങ്ങ് ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ ഇരുന്ന ആൾ ചോദിച്ചു, ഇവിടെ ഇയാളെന്തോ ചിരിക്കുന്നത്? ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നത് എന്തോ? തനിക്ക് എന്നെ ഭ്രാന്താണോ? ഹിന്ദിക്കാരനാ. ജോണി പറഞ്ഞു, അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞങ്ങൾ ഈ ആത്മാവിൽ ജീവിക്കുന്നവരാ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര സന്തോഷം, അതുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും മനസ്സിലായില്ല. പക്ഷേ ടോണി വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളെല്ലാം വിളിച്ചിങ്ങനെ നല്ലൊരു ടോണി ഭാര്യയും മക്കളെല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു, എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇന്ന് എന്നോടൊരുത്തൻ ചോദിച്ചു നീ എന്തോ ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആത്മാവ് ജീവിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചത്. ആത്മാവ് ജീവിക്കും, പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? അത് വലിയ അബദ്ധമായെന്നാ പിന്നെ പറയുന്നത്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് പിള്ളേർ വന്ന് ചോദിക്കും, പപ്പ ഇപ്പോഴും ആത്മാവിൽ തന്നെയാണോ ജീവിക്കുന്നത്? എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ചെന്ന് ചോദിക്കും, പപ്പ ഇപ്പോഴും ആത്മാവിൽ തന്നെയാണോ? അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ, നമ്മൾ ആകാശത്തിലേക്ക് കയറുന്നല്ല അതിൻ്റെ അർത്ഥം. വി ലിവ് എ നോർമൽ ലൈഫ്. പക്ഷേ ആ നോർമൽ ലിവിങ് നമ്മളുടെ കണ്ണുകൾ ലോകത്തിലേക്കല്ല, നമ്മുടെ കണ്ണുകൾ അദൃശ്യനായ ദൈവത്തിങ്കിലേക്കാണ്. നമ്മളുടെ കാഴ്ചകൾ ലോകത്തിലേക്കല്ല, നമ്മുടെ കാഴ്ചകൾ തുറന്നിരിക്കുന്നത് നിത്യതയുടെ ലോകത്തിലേക്കാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അദൃശ്യ ലോകത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൽ നമ്മൾ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ അറിയുന്നു. യേശു കാൽവറി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതല്ല ആത്മാവിലെ ജീവിതം. യേശു കാൽവറി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നതാണ്. ഗലീല കടൽപ്പുറത്തുകൂടെ നടന്ന യേശുവിൻ്റെ ചരിത്രം പഠിക്കുന്നത് ആവശ്യമാണ്. പക്ഷേ ഗലീല കടലിൻ്റെ തീരത്തുകൂടെ നടന്ന മനുഷ്യൻ കാർപ്പൻറ്റേഴ്സ് സൺ ആയിട്ട് മനസ്സിലാക്കുന്നതിന് പകരം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മാവിലുള്ള തിരിച്ചറിവ്. അത് നമുക്ക് ലഭിക്കുന്നത് വെളിപ്പാടിനാലാണ്. ചരിത്രം പഠിക്കാൻ വെളിപ്പാട് ആവശ്യമില്ല, ജ്ഞാനം മതി. പക്ഷേ ചരിത്രത്തിനപ്പുറത്ത്, ചരിത്രത്തിൻ്റെ പുറകിൽ ഒളിച്ചു കിടക്കുന്ന ആ നിത്യ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അതിന് നമ്മൾ അദൃശ്യ ലോകത്തിലേക്ക് കടക്കണം. അഥവാ ആത്മാവിലെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ നമസ്കരിക്കണം. ആത്മലോകത്തിലാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആത്മാവിൻ്റെ തലത്തിലാണ്. അതൊരു റിയാലിറ്റിയാണ്. വേദപുസ്തകത്തിലെ നമ്മൾ പറയുന്ന ക്രിസ്തീയ അനുഭവങ്ങളെല്ലാം ആത്മതലത്തിലാണ് നടക്കുന്നത്. നമ്മളുടെ പാപബോധം നമുക്കുണ്ടാകുമ്പോൾ, കുറ്റബോധം ഉണ്ടാകുന്നത് വേറെ, പാപബോധം നമുക്കുണ്ടാകുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാപബോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിന് എന്ത് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു, എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിന് എന്ത് കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ സ്വാഭാവികമായി ഏത് മനുഷ്യനുണ്ടാകാം. പക്ഷേ ആത്മാവിൻ്റെ ലോകത്തിൽ കടക്കുമ്പോൾ നമ്മൾ അറിയുന്നത് എൻ്റെ പാപങ്ങൾ യേശു എന്ന വ്യക്തിയിൽ എന്ത് കോൺസിക്വൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അതറിയണമെങ്കിൽ ആത്മലോകത്തിൽ കടന്നേലേ പറ്റുള്ളൂ. വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ യേശുവിനെ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ കാണുകയാണ്. അത് ചരിത്രത്തിൽ കാണുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടാലും ആളുകൾ കരയും. പക്ഷേ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട് കരയുന്ന ആളുകളെല്ലാം ആത്മാവിൻ്റെ ലോകത്തിൽ കയറിയിട്ടല്ല കരയുന്നത്. ഒരു മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കരയും. അതുകൊണ്ട് ആരും ആത്മീകരാകത്തില്ല. ആത്മീകനാകുന്നതല്ലെങ്കിൽ ആത്മലോകത്തിൽ കിടക്കുന്ന എപ്പോഴാണ്? ആ ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് അവൻ ക്രൂശിൽ പിടഞ്ഞ് മരിക്കുന്നതെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് ബുദ്ധിയുടെ തലത്തിലല്ല. ഏത് തലത്തിലാണ്? ആത്മാവിൻ്റെ ലോകത്തിലാണ്. അതാണ് വിശ്വാസത്താൽ എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും
കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. കാണാൻ കഴിയത്തില്ല. കാൽവരി ക്രൂശിൽ പാപം കിടക്കുന്നത് കാണാൻ കഴിയത്തില്ല. യേശു കിടക്കുന്നത് കാണാൻ കഴിയും. യേശു കിടക്കുന്നത് വിശ്വസിക്കാൻ ചരിത്രം മതി. പക്ഷേ കാൽവരി ക്രൂശിൽ യേശു കിടന്ന് പിടയുമ്പോൾ പാപം ക്രൂശിക്കപ്പെടുന്നത് കാണണമെങ്കിൽ ചരിത്രം പോരാ. ചരിത്രത്തിനപ്പുറത്ത് എന്ത് വേണം? ആത്മാവിൻ്റെ ലോകത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ആവശ്യമാണ്. വെളിപ്പാടാണ് വിശ്വാസത്തിൻ്റെ ആധാരം. ജ്ഞാനമാണ് അറിവിൻ്റെ, അല്ലെങ്കിൽ ജ്ഞാനമാണ് നമ്മുടെ യുക്തിയുടെ ആധാരം. ഇത് യുക്തിയല്ല, യുക്തിക്കപ്പുറത്താണ്. യേശു എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചതെന്നുള്ളതിന് തെളിവ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. യുക്തിയില്ല. അല്ലെങ്കിൽ യുക്തി വിരുദ്ധമല്ലെങ്കിലും യുക്തി കൊണ്ട് എനിക്ക് വിശദീകരിക്കാനായിട്ട് കഴിയത്തില്ല. എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനത് അറിയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. ബൈ ഫെയ്ത്ത്. അതാണ് വിശ്വാസത്തിൻ്റെ കാര്യം. ഇവിടെ തിരശീലയ്ക്കപ്പുറത്തുള്ള ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്നെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ വേണം ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്നെ അവൻ കാത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം, അത് ഒരു അദൃശ്യമായ അറിവാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വീട്ടുനായകൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്കുണ്ട്. നമ്മൾ ബെല്ലടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കും. പക്ഷേ തിരശീലയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുന്നവൻ ബെല്ലടിച്ച് ചിറങ്ങിപ്പോരേണ്ടി വരത്തില്ല. കാരണം ദൈവത്തെ ആവലോടെ അന്വേഷിച്ച് ചെല്ലുന്നവന് വേണ്ടി ദൈവം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അവനവിടെ കാത്തിരിപ്പുണ്ട്. ഹി ഈസ് ദേർ. അവനോടുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ ഇടയിലേക്ക് വരുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ആണോ? ഞാനിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ട്. ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഹി ഈസ് ദേർ. ഹിസ് പ്രസൻസ് ഈസ് ദേർ. അപ്പോൾ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവത്തിൻ്റെ സാമീപ്യം അറിയാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ, വാഞ്ചയോടുകൂടെ വേണം വരാൻ. അവനെ ഡിലിജൻ്റായിട്ട് അത് അവിടുന്ന് അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസം വേണം. അദൃശ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയണം. അദൃശ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മൾ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ മോസസിൻ്റെ സ്റ്റോറി പറയുമ്പോൾ, മോസസിൻ്റെ സ്റ്റോറി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. മോസസിൻ്റെ സ്റ്റോറി പറയുമ്പോൾ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നാണ്. ദൈവം ദൃശ്യമായിട്ട് മോസസിനെ ഇടപെട്ടിട്ടുണ്ട്, മോസസിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ദൃശ്യമായി സംസാരിക്കുന്നത് അവൻ്റെ 80-ാമത്തെ വയസ്സിലാണ്. ഈ സംഭവം പറയുന്നത് അവൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ, എബ്രായ ലേഖനം 11:27 മോശയ്ക്ക് 40 വയസ്സാണ്. 40-ാമത്തെ വയസ്സിൽ ദൈവം അവന് പ്രത്യക്ഷനായിട്ടില്ല. അവൻ ദർശനം കണ്ടിട്ടില്ല. അവന് വെളിപ്പാടുണ്ടായിട്ടില്ല. അവന് യാതൊരു കാര്യങ്ങളും അവന് ആ രീതിയിൽ അവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അവൻ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു.